ജ്യോതിഷം പഠിച്ചിട്ടുള്ള ജ്യോതിഷാചാര്യനായിട്ടുള്ള അങ്ങ് മറ്റുള്ള ജ്യോതിഷികളിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ട് ആത്മീയതയിലൂടെ 7 ചക്ര മെഡിറ്റേഷൻ, അതുപോലെ മുദ്ര തെറാപ്പി, ഇതിലൂടെയെല്ലാമാണ് ജനങ്ങളുടെ സർവ്വവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിച്ച് അവരെ അതിന് പ്രാപ്തരാക്കി മാറ്റുന്ന അങ്ങനെയുള്ള പഠനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇത്തരത്തിൽ അങ്ങ് പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് ഫീസ് പോലും വാങ്ങിക്കാതെ അവരുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ, അവർക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ദക്ഷിണ തന്നാൽ മതി എന്നുള്ള ഒരു നിലപാടെടുക്കുമ്പോൾ അവരിലെ ആത്മീയ പുരോഗതിക്കുള്ള തടസ്സങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് അങ്ങ് കരുതുന്നത്? ഏറ്റവും കൂടുതൽ വരുന്നത് ആത്മീയതയില് ശുദ്ധമായ ആത്മീയതയെക്കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞു. പക്ഷെ നമ്മൾ കാണുന്ന ആത്മീയത എന്താണെന്നാണ് ഏറ്റവും കൂടുതൽ ഭക്തി മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെയാണ് നമുക്ക് കാണുവാൻ പറ്റുന്നത്. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നു, ഒരു വിഭാഗം പള്ളിയിൽ പോകുന്നു, മസ്ജിദിൽ പോകുന്നു. വളരെ കൃത്യമായി പോകുന്നവര്, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോഴൊക്കെ പോകാം എന്ന് പറയുന്ന ഒരുപാട്, പക്ഷെ എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭക്തന്മാരാണ്. നിരീശ്വരവാദികളിൽ ഉള്ളിൽ തന്നെയും ചില ഭക്തി അടങ്ങിയിരിക്കുന്നതായൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പല നിരീശ്വരവാദികളും പിൽക്കാലത്ത് ഭക്തിയിലേക്ക് വരുന്നുണ്ട്, ജ്ഞാനമാർഗത്തിലേക്കൊക്കെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ജ്ഞാനമാർഗത്തെ കുറിച്ചെല്ലാം പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് തടസ്സങ്ങൾ? തടസ്സങ്ങൾ എന്താണ്? മനുഷ്യൻ സൃഷ്ടിക്കുന്നതാണ് തടസ്സങ്ങൾ. അതായത് നമ്മൾ ഈ ചെറുപ്പകാലത്ത്, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമുക്കൊരു നോട്ടീസ് വരും. നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇന്ന ക്ഷേത്രത്തിലേക്ക് ഒരു പൂജാരി അവിടെ നിന്നപ്പോൾ ഒരു സർപ്പം പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അടുത്ത് നിന്ന ഒരാൾ അത് കണ്ടു, പൂജാരി പറഞ്ഞു, 400 നോട്ടീസ് അടിച്ചു, വിതരണം ചെയ്തു. ആ ആളിന്റെ മകളുടെ വിവാഹം ഉടൻ തന്നെ നടന്നു. ഒരാൾ അത് വലിച്ചു കളഞ്ഞു, ഉടൻ തന്നെ അങ്ങേരെ വണ്ടി കൊക്കയിലേക്ക് പോയി. നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസത്തെ പടർത്തുന്ന, അതായത് ഒരു ഭ്രാന്തമായ അവസ്ഥ ജനങ്ങളുടെ മനസ്സിൽ, ഭക്തരുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന ചില രീതികൾ, ചില കുബുദ്ധികൾ ഇതേപോലെ പ്രചരിക്കുന്നുണ്ട്. ഇന്നും നമ്മുടെ ഇന്റർനെറ്റ് യുഗത്തില് ഇതേപോലെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്താണ്, നമ്മുടെ സയൻസ് ലോകം വളരെ അധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം യുദ്ധവിമാനങ്ങളും അന്തർവാഹിനികളും എല്ലാം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന അവിടെ ഞാനൊരു ഈ രീതിയിൽ ജനങ്ങളിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള മെസ്സേജ് വിട്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അങ്ങനെ നമ്മുടെ ഭക്തിയിലുള്ള അന്ധവിശ്വാസങ്ങളെ ചിലർ മുതലെടുത്തതിലൂടെ വളരെ അധികം പേർക്ക് യഥാർത്ഥ ഭക്തി എന്തെന്നുള്ളത് നഷ്ടമായി പോയി. ഞാൻ ഒരുപാട് പേര് ലളിത സഹസ്രനാമം വായിക്കുന്നവരുണ്ട്. ലളിത സഹസ്രനാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഊർജ തത്വങ്ങളെ 1000 ഈ സഹസ്രാര പത്മം എന്ന് പറഞ്ഞതുപോലെ 1000 നാമങ്ങളുള്ള വളരെ മനോഹരമായ അർത്ഥവത്തായ അത് വളരെ മനോഹരമായി ചൊല്ലുന്ന വളരെയധികം പേരുണ്ട്. പക്ഷെ വളരെയധികം പേരുടെ അതിൻ്റെ തത്വം എന്താണെന്നോ ആന്തരിക ജ്ഞാനം എന്താണെന്നോ കേട്ട് കഴിഞ്ഞാൽ അറിയത്തില്ല. ചൊല്ലുന്നുണ്ട്, വളരെ രാഗത്തിൽ ചൊല്ലുന്നുണ്ട്. അപ്പൊ അതിനകത്തൊരു വാക്കുണ്ട്, സിംഹാസനേശ്വരി. അപ്പം നമ്മൾ ഒരു വാക്ക് മാത്രം എടുത്താൽ മതി. എന്താണ് സിംഹാസനേശ്വരി? എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും പുഞ്ചിരിയോടുകൂടി നേരിട്ട് ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ നമ്മെ തന്നെ ഇരിക്കുവാൻ പ്രേരിപ്പിക്കുന്നതാണ് ആ ദേവി ചൈതന്യം, അമ്മ ചൈതന്യം. അപ്പം നമ്മൾ ലോകത്തിൽ നോക്കുമ്പോൾ ശിവലിംഗത്തിനൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്, അത്ര അല്ലേ? എന്താണ് ശിവലിംഗം? നമ്മുടെ മഹർഷിമാര് നമ്മുടെ ഊർജ തലങ്ങളെ 7ആയി സാധാരണ തരംതിരിച്ചിട്ടുണ്ട്. ഊർജ തലങ്ങൾ അനവധി ഉണ്ട്. നമ്മൾ ശബരിമലയുടെ തത്വം എടുത്ത് നോക്കുമ്പോൾ അവിടെ 18 പടികളാണ്. അത് 18 ഊർജ തത്വങ്ങളാണ്. അത് യോഗഭാവത്തിന്റെ അങ്ങേ അറ്റത്ത് പോകുന്നവർക്കാണ്. സാധാരണ ഒരു കുടുംബസ്ഥനായിരിക്കുന്നവർക്ക് 7 ഊർജ തലങ്ങള്,
അതില് 6 പടികളും അതിനു മുകളിലുള്ള സഹസ്രാര ചക്രവും ചേർത്തിട്ടാണ് 7 എണ്ണം. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മിൽ തന്നെ ഉള്ള ആന്തരികമായ കാര്യങ്ങൾ നമ്മൾ അറിയാതെ പുറമേ ഉള്ള ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുന്ന കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് യഥാർത്ഥ ഭക്തിയിലുള്ള അജ്ഞത നമുക്ക് ഉണ്ടാകുന്നത്. അതായത് ആത്മീയ പുരോഗതിക്ക് തടസ്സമാകുന്നത്. ആത്മീയ പുരോഗതിക്ക് തടസ്സമാകാതിരിക്കണമെങ്കിൽ നമ്മൾ യഥാർത്ഥ സത്യത്തെയും തത്വത്തെയും അറിഞ്ഞ് തന്നെ നമ്മൾ മുന്നേറേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ അപ്പം അതില് നമുക്ക് ചിലപ്പോൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് വായിക്കാൻ കിട്ടുമായിരിക്കാം. പക്ഷെ ആ ഗ്രന്ഥങ്ങളിൽ നിന്നും ഏറ്റവും മൂല്യമുള്ള ഗ്രന്ഥങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള രീതി. ചിലര് പറയും പുസ്തകം വേണ്ട, മസ്തകം മതി എന്നൊക്കെ പറയും. പക്ഷെ ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരാളിന് ഭക്തിയുടെ പടികളും പുസ്തകങ്ങളുമൊക്കെ വളരെ അധികം അത്യാവശ്യമാണ്. അതിൽ നിന്ന് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. ഞാനും അതിൽ കൂടി തന്നെയാണ് മുന്നോട്ട് വന്നത്. തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജിൽ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചത് പബ്ലിക് ലൈബ്രറി ആയിരുന്നു. ആജീവനാന്ത മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ട് അവിടെ ഇരുന്ന് ഇഷ്ടം പോലെ നമുക്ക് വായിക്കാം, പുസ്തകങ്ങൾ വീട്ടിൽ കൊണ്ടുപോകാം. പക്ഷെ ഈ ഒരു നോളജിലൂടെ നമുക്ക് പോകണം. ഇതിന് നമ്മളെ നയിക്കുവാനായിട്ടുള്ള പുരോഹിതന്മാര് വരെ നമുക്ക് ഉണ്ടാകണം. ഞാൻ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ വീട് വീടാന്തരം കയറി ഇറങ്ങി പുരോഹിതന്മാര് ക്ഷേമാന്വേഷണം നടത്തുന്നതായി കണ്ടിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ബുദ്ധ മത ബുദ്ധിസ്റ്റുകളൊക്കെ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ള നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പകർന്നു തരുവാനായിട്ട് സത്സംഗങ്ങളിലൂടെ മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. ആ രീതിയിൽ കൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആത്മീയതയിലെ തടസ്സങ്ങളെ നമുക്ക് മാറ്റുവാൻ പറ്റൂ. ഒരുപാട് പേര് ആത്മീയതയിലേക്ക് പോകുന്നുണ്ട്. ഭക്തിയാണ് ആത്മീയത എന്ന് വിചാരിക്കുന്നവരുണ്ട്. ആലോചിച്ച് നോക്കൂ, എല്ലാവരും ക്ഷേത്രത്തിൽ പോകുന്നവരായിരിക്കും. കൂടുതൽ 95% പേര് പള്ളിയിൽ പോകുന്നവരായിരിക്കും, മസ്ജിദിൽ പോകുന്നവരായിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലെ അരാജകത്വങ്ങളൊക്കെ നടക്കുന്നത് ഈ പോകുന്നവർ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഓരോ സ്ഥലത്തും ഓരോ സത്സംഗങ്ങൾ ഉണ്ടാകുമെങ്കിൽ ചിന്തിച്ചു നോക്കുക. അവിടെ വളരെ സൈലൻസ് ആയിരിക്കും. അതായത് ശുദ്ധമായ ആത്മീയത എന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിനീർ പോലെ ശുദ്ധമാണ്. അവിടെ ഒരു കലപ്പുമില്ല, അതിൽ ഒരു ചെളിയും ഒന്നും നമുക്ക് ഇല്ല. പക്ഷെ അത് കണ്ടെത്തുക, നമ്മൾ അറിയുക, അനുഭവിക്കുക. ഞാൻ എൻ്റെ ക്ലാസ്സിൽ വരുന്നവരോട് പറയുന്നുണ്ട്, പറഞ്ഞു തരുന്ന ഞാനൊരു ഗുരുവല്ല, ഒരു വഴികാട്ടി മാത്രമാണ്. കാരണം ധ്യാനം ആർക്കും ആരെയും പഠിപ്പിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയല്ല. അതിന്റെ വഴികൾ മാത്രമാണ് നമ്മൾക്ക് വെട്ടിക്കൊടുക്കുവാൻ പറ്റുന്നത്. ആ പാതയെ ഏറ്റവും മനോഹരമാക്കേണ്ടത് ആ വ്യക്തി തന്നെയാണ്. അപ്പൊ ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് നമുക്ക് വരേണ്ടതാണ് ശുദ്ധമായ ആത്മീയത. ആ ആത്മീയതയിലേക്ക് എത്തുന്ന ഒരാൾക്ക് ചിലപ്പോൾ ആദ്യ നിമിഷങ്ങളോ ചിലപ്പോൾ മിനിറ്റുകളോ മണിക്കൂറുകളോ ഒക്കെ ആയിരിക്കും ആദ്യത്തെ ഒരു അനുഭവം, ഒരു പ്രത്യേക പരമാനന്ദ അനുഭവം ഉണ്ടാകുന്നത്. ആ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ദൃഢമാകും. മഹർഷിമാര് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ആദ്യം ശക്തമാക്കേണ്ടത് നമ്മുടെ മൂലാധാര സ്ഥാനത്തെയാണ്. അതായത് നട്ടെല്ലിന്റെ ഏറ്റവും താഴെയുള്ള സ്ഥാനം. അതില് ഞാൻ ഒരു ഗ്രന്ഥത്തിൽ വായിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. അത് ഒരു ഗ്രന്ഥത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപൂർവമായ ഒരു ഗ്രന്ഥം കോഴിക്കോട് വടകരയിൽ നിന്ന് ഞാൻ ഒരിടത്തുനിന്ന് കണ്ടതാണ്. നമ്മുടെ മൂലാധാര സ്ഥാനത്ത് 9 ഇഞ്ച് ഉയരത്തിലും 3 ഇഞ്ച് വീതിയിലും ശിവലിംഗ സ്വരൂപമായ ഒരു അടയാളം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിലുണ്ടെന്ന്. അതുകൊണ്ടാണ് ലോകത്തിലെ ശിവലിംഗങ്ങൾക്ക് ഇത്രയും അധികം പ്രാധാന്യം കൽപ്പിക്കുന്നത്. നമ്മുടെ വിൽ പവറിനെയാണ് മൂലാധാരം സൃഷ്ടിക്കുന്നത്. അതായത് മൂലാധാരം ശക്തമായിരിക്കുന്ന ഒരാൾക്ക് ഭയങ്കരമായ ഇച്ഛാശക്തി, അതായത് വിൽ പവർ കൂടിയിരിക്കും. സ്വാധിഷ്ഠാനം നല്ലതാണെങ്കിൽ പ്യൂരിറ്റി ഉണ്ടായിരിക്കും. നമ്മൾ ഈ സംഗീതജ്ഞരെ, ഈ ഡാൻസ് പഠിക്കുന്നവരെ, ഡാൻസ് പഠിപ്പിക്കുന്നവരെ കൊണ്ട് നോക്കുക, അവരുടെ മുഖം എപ്പോഴും പ്ലസന്റ് ആണ്, വളരെ പ്ലസന്റ് ആണ്. കാരണം എന്തോന്നാണ്, അവരുടെ ചില ഊർജ കേന്ദ്രങ്ങൾ,
അതായത് ഈ മൂലാധാര ചക്രം, സ്വാധിഷ്ഠാന ചക്രം, മണിപൂര ചക്രം, അനാഹത ചക്രം, വിശുദ്ധി ചക്രം, ആജ്ഞാചക്രം, സഹസ്രാചക്രം. ഇതിൽ ഏതെങ്കിലുമൊക്കെ ചില ചക്രാസ്ഥാനങ്ങൾ വളരെയധികം ഉന്നതമായിട്ടുള്ള നിലയിലായിരിക്കും. അതനുസരിച്ചിട്ടാണ് അവരുടെ പ്യൂരിറ്റിയും ക്വാളിറ്റിയും ലീഡർഷിപ്പ് ഇതെല്ലാം തന്നെ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പം ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ള യേശുദാസ്, ചിത്രാജി, ഇവരെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ എല്ലാ പ്ലസന്റ് എത്ര കാലമായി അവരെല്ലാം നമ്മുടെ ജാനകി അമ്മയായിരുന്നാലും മാധുരി അമ്മയായിരുന്നാലും നമ്മളെ പാടി ആ ഗാനങ്ങൾ നമ്മൾ ഇന്നും തന്നെ നമുക്ക് മറക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക്. അതേപോലെ ഡാൻസ് ചെയ്യുന്നവർ, ഡാൻസ് ചെയ്യുമ്പോൾ പാദങ്ങളുടെ ചലനങ്ങളും ഹസ്തമുദ്രകൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. അതേപോലെ നാദങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ ഈ 7 ചക്ര മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ 5 കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, 7 ചക്രകൾ ഏതാണെന്ന് നമ്മൾ അറിയണം. 7 ചക്രകൾ. ആ ചക്രകളുടെ സ്ഥാനങ്ങളെ നമ്മൾ അറിയണം. ആ ചക്രകൾക്കുള്ള നിറങ്ങളെ നമുക്കറിയണം. മഴവില്ലിലെ നിറങ്ങളുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അതറിയണം. അതേപോലെ അവിടെയെല്ലാം ഇത്ര നാഡികളുണ്ട്. പക്ഷെ നാഡികളെ നമുക്ക് മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ ഒരു അല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മഹർഷിമാർ അതിനെ പുഷ്പങ്ങളുടെ ദളങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് മൂലാധാരത്തിൽ 4 ദളം, സ്വാധിഷ്ഠാനത്തിൽ 6 ദളം, മണിപൂരത്തിൽ 10 ദളം, അനാഹതത്തിൽ 12 ദളം, വിശുദ്ധിയിൽ 16 ദളം, ആജ്ഞയിൽ 2 ദളം, സഹസ്രാരത്തിൽ 1000 ദളമുള്ള ഒരു താമര വിരിഞ്ഞു നിൽക്കുന്നതായി. ആ വിരിഞ്ഞു നിൽക്കുന്ന താമരയിലൂടെ അന്തരീക്ഷത്തിലെ ആത്മീയ ഊർജവും പ്രാപഞ്ചിക ഊർജവും എല്ലാം നമ്മിലൂടെ പ്രവഹിച്ച് നമ്മുടെ സപ്തശരീരങ്ങളെയും പഞ്ചകോശങ്ങളെയും പഞ്ചഭൂതങ്ങളെയും അന്തർസ്രാവ ഗ്രന്ഥികളെയും എല്ലാം വളരെ പ്യൂരിഫൈ ആക്കുവാനായിട്ട് സാധിക്കും. പക്ഷെ അതിനെന്താണ് വേണ്ടത്? കൃത്യമായ ചിട്ടയോടുകൂടിയുള്ള ഒരു ജീവിതചര്യ നമ്മൾ കൊണ്ടുവരികയാണ് നമുക്ക് വേണ്ടത്. ആ ചര്യ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പരമാനന്ദം എന്നുള്ളൊരവസ്ഥ നമ്മിലേക്ക് പൂർണ്ണമായും എത്തിയിരിക്കും. അതോടൊപ്പം വളരെ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകും. അതായത് ഈ ഇതിന്റെ എല്ലാം ഒരു പ്രവർത്തനം എടുത്തു ചാട്ടക്കാരായ കോശങ്ങളെ തണുപ്പിക്കും. അപ്പോൾ നമ്മുടെ മൈൻഡ് വളരെ റിലാക്സ് ആവും. ദേഷ്യ സ്വഭാവം കുറയും. ഫ്ലെക്സിബിലിറ്റി വരും. ഒരുപാട് ഗുണങ്ങൾ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിവരിക്കാൻ പറ്റാത്ത 7 ദിവസത്തെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 100 പേജോളം നോട്ട്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. തിയറി ക്ലാസ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് പ്രാക്ടിക്കൽ സെക്ഷൻ കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള ഊർജ കേന്ദ്രങ്ങളെ നമ്മൾ മൊത്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരമാകത്തുള്ളൂ. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആരെയും നമുക്ക് ചേർത്ത് നിർത്തുവാനും അവരുടെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനും പറ്റും. അണിമാതി സിദ്ധികൾ നമുക്കും ഉണ്ടാക്കാം. ഞാൻ ചിലപ്പോഴൊക്കെ ചിലരോട് ചോദിക്കും, എന്താണ് മനസ്സ്? മനസ്സിന്റെ അനുഭവ അവസ്ഥകൾ എത്രയാണ്? എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മറന്നുപോകും. മനസ്സിന് 5 അനുഭവ അവസ്ഥകളാണുള്ളത്. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, തുരീയം, തുര്യാതീതം. പക്ഷെ നമ്മൾ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ അവര് മനസ്സിന്റെ തലങ്ങളെ കുറിച്ചിട്ടായിരിക്കും പറയുന്നത്. കോൺഷ്യൻസ്, അൺകോൺഷ്യസ്, ആ രീതിയില്. പക്ഷെ നമുക്ക് ഈ തുര്യാവസ്ഥ മഹർഷിമാര് പറഞ്ഞിട്ടുണ്ട്, സാധാരണ ജനങ്ങൾക്ക് 3 അവസ്ഥകളെ അനുഭവിക്കുവാൻ വിധിയുള്ളൂ. അതായത് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. മറ്റു 2 അവസ്ഥകളും യോഗ തലങ്ങൾ വളരെയധികം ഉന്നതമായിരിക്കുന്നവരാണ്. പക്ഷെ എന്റെ അനുഭവത്തിൽ അതല്ല. നമുക്കും അത് അനുഭവിക്കാൻ പറ്റും, തീർച്ചയായും. പക്ഷെ ഒരുപാട് പേര് നമുക്ക് ധ്യാനത്തിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്താൻ നോക്കും. നമ്മൾ ധ്യാനം പരിശീലിക്കാൻ പോകുമ്പോൾ അവർ പറയും, ഇതൊന്നും നമ്മളെ കൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല, ഇതൊക്കെ ഹിമാലയത്തിലൊക്കെ പോയി സാധന ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ആ ഒരു ചിന്ത നമ്മളിൽ നിന്ന് മാറ്റുക. കാരണം തുച്ഛമായ ഒരു കാലമാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. ഏത് അറിവുകളും എവിടെ നിന്നും സ്വന്തമാക്കുവാനും അനുഭവിക്കുവാനുമുള്ള ഊർജസ്വലമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മൾ. നമ്മൾ ആരെയും ഭയക്കേണ്ട കാര്യമില്ല. നമ്മൾ ആരെയും അടിമയാക്കേണ്ട കാര്യമില്ല. ആരും നമ്മുടെ അടിമയുമല്ല. ആരും നമ്മുടെ അടിമയുമല്ല. നമ്മൾ ആരുടെയും അടിമയുമല്ല. നമ്മൾ ആരെയും അടിമയാക്കേണ്ട കാര്യമില്ല.
ഓരോ വ്യക്തിക്കും അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യം എല്ലാം ഉണ്ട്. പക്ഷെ എവിടെയെങ്കിലും നമ്മൾ വിലക്കൊണ്ടുവെങ്കിൽ അവിടെ പോകാതിരിക്കുക. ഇന്നിടത്ത് വിലക്കുണ്ട്. അത് ചിലപ്പോൾ ഒരു മതപരമായ അവരുടെ ഒരു രീതിയായിരിക്കും. അവിടെ നമ്മളെ കടന്നു കയറി പോകുവാനോ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുവാനോ നമ്മൾ മുതിരേണ്ട കാര്യമില്ല. നമുക്കല്ലാതെ എത്രയോ സ്ഥലത്ത് പോകാം, എത്രയോ ആളുകളുമായിട്ട് നമുക്ക് സംസാരിക്കാം, എന്തുമാത്രം കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ നമ്മൾ കടന്നു കയറ്റം ചെയ്യുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ രൂപാന്തരപ്പെടുന്നത്. അപ്പം ഇതിനെ എല്ലാം നമുക്ക് ഇപ്പൊ ഒരാൾക്ക് കേൾക്കുകയാണ് സ്വപ്നത്തിൽ എത്ര അവസ്ഥകളുണ്ട്. സ്വപ്നത്തിൽ തന്നെ 7 അവസ്ഥകളുണ്ടെന്നാണ് മഹർഷിമാർ പറഞ്ഞിരിക്കുന്നത്. 7 തരം സ്വപ്നങ്ങളുണ്ടെന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളത് വേദങ്ങളിലും ഉപനിഷത്തുകളിലും പുരാണങ്ങളിലും സ്കന്ധങ്ങളിലും ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ അറിവുകളാണ് നമുക്ക് കിടക്കുന്നത്. ഒരു പുസ്തകം പഠിച്ചാൽ തന്നെയും ഒരു നൂറ്റാണ്ട് പഠിക്കാനുള്ള അത്രയും കാര്യങ്ങൾ യോഗവാസിഷ്ടം എന്നുള്ള പുസ്തകമോ ഇങ്ങേറ്റം വേണ്ട നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകം, ഇനി ഈ 7 ആധാര ചക്രങ്ങളെ പറയുന്ന കുണ്ടലിനി പാട്ട്, ജനനീ നവരത്ന മഞ്ചരി, പിന്നെ അതേപോലെ തന്നെ ഒരുപാട് കൃതികള്. അപ്പൊ അതിന്റെ എല്ലാം നമ്മൾ ആദ്യം നോക്കുമ്പം ഇത് കട്ടിയാണോ എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി വെക്കുകയാണ്. യഥാർത്ഥത്തിൽ ശുദ്ധമായിട്ടുള്ള രീതിയിലൊക്കെ ഒരുപാട് ഇപ്പം ശ്രീനാരായണ ഗുരുവിന്റെ എന്നെ സ്വാധീനിച്ച ഒരു പുസ്തകമാണ് ശ്രീനാരായണ ഗുരുവിന്റെ സമ്പൂർണ്ണ കൃതികൾ. പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയത്. ഒരു തപസ്യ പോലെ ഇരുന്ന് എഴുതിയ ആ ഒരു ഗ്രന്ഥത്തിന്റെ മുന്നിൽ നമുക്ക് നമിച്ചു നിൽക്കുവാനേ പറ്റുള്ളൂ. അതേപോലെ പ്രൗഢാനുഭൂതി, പഞ്ചദശി എന്ന ഗ്രന്ഥം, ജീവൻ മുക്തി വിവേകം, പിന്നെ ബ്രഹ്മസൂത്രം, ഇതിന്റെ എല്ലാം വ്യാപ്തികൾ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. അതേപോലെ ഇതിനോടൊപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ ചുറ്റിലും ഒരുപാട് പരാധീനതകളുള്ള ആൾക്കാരുമായിട്ടും അവരുടെ സംസാരങ്ങളുമായിട്ടുമായിരിക്കും നമ്മൾ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതനുസരിച്ചിട്ട് നമ്മുടെ ബ്രെയിനിന് അതേ അവസ്ഥയായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും എന്തോന്നാണ് ഉന്നതമായിട്ടുള്ള ചിന്തയിൽ തന്നെ ജീവിക്കുക. നമുക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടായിരിക്കാം, ഒരുപാട് പ്രോബ്ലം വന്നിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ അസുഖമായിട്ടായിരിക്കാം, ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, ഇനിയും കടന്നു വരാം. പക്ഷെ ആ കടന്നു വരുന്നതിനെ അതിലൂടെ നമ്മൾ വിട്ടുകഴിഞ്ഞാൽ നമ്മൾ ഉള്ളതിൽ നിന്നും കാട്ടി കൂടുതൽ രോഗത്തിലേക്ക് നമ്മൾ കടന്നു പോകും. മറ്റത് ഈ അവസ്ഥകളെല്ലാം നമുക്കും പ്രപഞ്ചത്തിനുമൊക്കെ ഉള്ളതാണ്. പ്രപഞ്ചത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നില്ലേ, ഭൂമി കുലുക്കം ഉണ്ടാകുന്നില്ലേ, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നില്ലേ, കറുത്ത ഭാവം വെളുത്ത ഭാവം ഉണ്ടാകുന്നു. സൂര്യനെ ചിലപ്പം കാണാൻ പറ്റും, ചിലപ്പം കാണാൻ പറ്റത്തില്ല. ചന്ദ്രനെ കാണാൻ പറ്റും, ചിലപ്പം കാണാൻ പറ്റത്തില്ല. പക്ഷെ ആരെങ്കിലും പോകുന്നുണ്ടോ? സൂര്യൻ വന്ന് നമുക്ക് ഊർജം തരുന്നു, നമ്മളെ എന്തെങ്കിലും അവർ വാങ്ങുന്നുണ്ടോ? ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ് എല്ലാവർക്കും. അതിനെ ഉപയോഗിക്കുന്നവർ എത്ര പേരുണ്ട്? ഇഷ്ടം പോലെ പേര് സൂര്യനെ ഉപയോഗിക്കുന്നില്ലേ? ഇഷ്ടം പോലെ പേര് രാത്രി ധനാഗമ മാർഗം ചന്ദ്രന് ഇപ്പൊ ഒരു വെജിറ്റബിൾസ് വരുന്നു. എപ്പോഴാണ് വരുന്നത്? രാത്രി 3 മണിക്കൊക്കെയാണ് വരുന്നത്. അപ്പോഴും ഉണർന്നിരിക്കുന്ന ഒരു സമൂഹമുണ്ട്. അപ്പൊ നമുക്ക് എവിടെ പ്രോബ്ലം ഉണ്ടോ ആ പ്രോബ്ലത്തിൽ നിന്ന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. ഓരോ പ്രോബ്ലത്തിലും അതിനെ മറികടക്കാനുള്ള ചില വിത്തുകൾ അടങ്ങിയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ബുദ്ധനാണ്, അതിലൊരു വിത്തുണ്ട്. ആ വിത്തിനെ നമ്മൾ പരുവപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ ധർമ്മം. വളരെ വ്യക്തമായിട്ടാണ് അങ്ങ് ആ ചോദ്യത്തിന് ഉത്തരം നൽകിയത്.